ഇന്നൊരു ക്ലീനിങ് ദിവസമാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് കുളിയൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കെങ്കിലും പോകണ്ടല്ലോ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മുല്ലയിൽ നിറച്ച് മുല്ലമുട്ടി വിരിഞ്ഞിരിക്കുന്നത് കണ്ടത്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊന്നൂസ് രാവിലെ ഇന്ന് എണ്ണീറ്റിട്ടുണ്ട്. കാരണം ഇന്ന് സ്കൂളിൽ പോകേണ്ടത്. അതുകൊണ്ട് ആരും വിളിക്കേണ്ട. രാവിലെ എണ്ണീറ്റ് പല്ലൊക്കെ തേക്കുവാണ്. അപ്പം ഞാൻ ഓർത്തുന്ന ടെറസിൽ നിന്ന് അങ്ങ് തുടങ്ങാവുന്ന. ടെറസിൽ നിറച്ച് കരിയിലയും പൊടിയും ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വേഗം അവിടെ എല്ലാം അടിച്ചു വാരി ഞാൻ അവിടെ തന്നെയാണ് തൽക്കാലം ഇപ്പോൾ കൂട്ടി വെക്കുന്നത്. കാരണം വൈകുന്നേരത്തെ നമ്മൾ തീയിടത്തുള്ളൂ. അപ്പോഴത്തേക്കിനും ഇവിടുന്ന് വാരിക്കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ടെറസെല്ലാം വൃത്തിയാക്കി. അപ്പോഴാണ് കാശിയെ കുളിപ്പിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ അപ്പത്തെ അച്ഛനാണെങ്കിൽ കപ്പ ഇടുന്നത് കണ്ടത്. അച്ഛനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പയറയിൽ വീണ്ടും പയർ പിടിച്ചിട്ടുണ്ട്. അടുത്ത തോരനുള്ള സമയമാകുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ മുറിയിലെ ടേബിൾ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ തുണി മടക്കാനുണ്ട്. 2 ദിവസം കൊണ്ട് പൊന്നുസിനെ കളരിക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് തുണി മടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ വേഗം കാശിയെ കുളിപ്പിച്ചുറക്കി. ഞാൻ പിന്നെ വേഗം നമ്മുടെ ജോലികൾ ഒതുക്കാൻ തുടങ്ങി. കാരണം ടേബിളൊക്കെ വൃത്തിയാക്കി. ഇത് പിന്നെ എൻ്റെ കൃപാസന മാതാവ് ഇരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ മാതാവാണ്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ റൂമെല്ലാം ക്ലീനാക്കി. പിന്നെ നമ്മൾ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കാശ് ഉണരുന്ന സമയം കൊണ്ടെന്നാൽ വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. കുളിച്ചിട്ട് പിന്നെ കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള വൃത്തിയാക്കാനുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളും പിന്നെ അവിടെ എല്ലാം ഗ്യാസും ഒക്കെ തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം തന്നെ പാത്രമെല്ലാം കഴുകി. അപ്പോൾ പൊന്നുസിനോട് ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ട്. പൊന്നുസിനെ നാളെ പരീക്ഷയല്ലേ, പഠിക്കണ്ടേ, ഉച്ചയ്ക്ക് ശേഷം കളരിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊന്നു പറയും എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കുക പഠിക്കണ്ടേന്ന്. ആ സമയം കൊണ്ട് കാശ് ഉണർന്നായിരുന്നു. ഞാൻ പിന്നെ അവനെ എടുത്ത് വാക്കറിൽ കൊണ്ടുവച്ചു. ഇത് കാശി എന്നിട്ട് എൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ജോലിയും നടക്കും, കാശി കളിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു താറാവിനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് കാശി ഇങ്ങനെ കളിക്കുവാണ്. നമ്മളിങ്ങനെ കൂട്ടത്തിൽ നടക്കുമ്പോഴത്തേക്കിനും ആൾ ഹാപ്പി ആയിട്ടും കളിച്ചോളൂ. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീനാക്കി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.